ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ ആശുപത്രി വിട്ടിരിക്കുകയാണ്. മോഷണശ്രമത്തിനിടെ ആക്രമിക്കപ്പെട്ടതാണെന്ന് താരത്തിന്റെ കുടുംബം അവകാശപ്പെടുമ്പോൾ തന്നെ പൊതുജനത്തെയും ആരാധകരെയും അമ്പരപ്പിച്ച വസ്തുത ആശുപത്രി വിട്ട സെയ്ഫിനുള്ള സുരക്ഷയാണ്. കേസന്വേഷിക്കുന്നത് മുംബൈ പോലീസാണ്. എന്നാൽ പോലീസ് സുരക്ഷയല്ല സെയ്ഫ് അലി ഖാൻ ഉള്ളത്. താരം തന്നെ നിയമിച്ച പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിനൊപ്പമുള്ളത്. അതും ബോഡിഗാർഡ് അടക്കമുള്ള വൻ സുരക്ഷാ സംവിധാനം. ഇതോടെ വീണ്ടും കേസിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. മോഷണശ്രമത്തിനിടെ ആക്രമിക്കപ്പെട്ടെന്ന് പറയുന്നത് ശരിയാണെങ്കിൽ പൊതു ഇടങ്ങളിൽ ബോഡിഗാർഡിനെ കൊണ്ട് നടക്കേണ്ട കാര്യമെന്താണെന്ന് വ്യക്തമാവുന്നില്ല. കരീന അടക്കമുള്ള കുടുംബാംഗങ്ങളും സെയ്ഫിനൊപ്പം വസതിയിലുണ്ട്. ഇവർ താമസിക്കുന്ന ബഹുനില കെട്ടിടത്തിലെ സുരക്ഷയുടെ ചാർജും പ്രൈവറ്റ് സുരക്ഷ ഉറപ്പാക്കുന്ന എസ് സെക്യൂരിറ്റി ആൻഡ് സർവീസ് വിഭാഗത്തിനാണ്. പ്രശസ്ത ഹിന്ദി ടെലിവിഷൻ നടൻ റോണിത് റോയ് ആരംഭിച്ച പ്രൈവറ്റ് സെക്യൂരിറ്റി കമ്പനിയാണ് എസ് സെക്യൂരിറ്റീസ്. അമിതാഭ് ബച്ചൻ, ഐശ്വര്യ റായ് അടക്കം ബോളിവുഡ് താരസിംഹാസനം വാഴുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഏജൻസി എന്ന പ്രത്യേകതയും എസ് സെക്യൂരിറ്റീസിനുണ്ട്. വ്യക്തികൾക്ക് മാത്രമല്ല, അത്യാധുനിക ടെക്നോളജി സംവിധാനത്തോടെ ഭവനങ്ങൾക്കും ഏജൻസി സുരക്ഷ ഉറപ്പാക്കാറുണ്ട്. ഈ സൗകര്യവും സെയ്ഫ് അലി ഖാൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിവ്. എസ് സെക്യൂരിറ്റീസ് വെബ്സൈറ്റ് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് ലണ്ടൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ശൃംഖലയുള്ള കമ്പനിയാണിത്. ആളുകൾ, സ്വത്ത്, ബിസിനസ്സുകൾ എന്നിവ നിരീക്ഷിച്ച് സാധ്യതയുള്ള അപകടസാധ്യതകളിൽ നിന്നും ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ചുമതലയാണ് സെയ്ഫ് അലി ഖാൻ എസ് സെക്യൂരിറ്റീസിന് നൽകിയിരിക്കുന്നത്. ഇതിനായി ഏജൻസിയിലെ പല വിഭാഗങ്ങളെ സെയ്ഫ് ജോലിക്കെടുത്തിട്ടുണ്ട്. പ്രത്യേക ആയുധ പരിശീലനം അടക്കം നേടിയിട്ടുള്ള ബോഡിഗാർഡ്സ് ഉൾപ്പെടുന്ന ക്ലോസ് പ്രൊട്ടക്ഷൻ വിഭാഗത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ താരത്തിനൊപ്പമുള്ളത്. VIP-കളാണ് സാധാരണ വിഭാഗത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്താറ്. ബ്ലാക്ക് ക്യാറ്റ് വിഭാഗത്തിന് ബദലായ സംവിധാനമെന്നും ഇതിനെ വിളിക്കാം. ഏതായാലും മോഷണശ്രമത്തിനെ ഭയന്ന് ഇത്ര വലിയ സുരക്ഷ സെയ്ഫ് അലി ഖാൻ ഒരുക്കേണ്ട കാര്യമില്ലെന്നത് പകൽ പോലെ വ്യക്തമാണ്. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ നിമിഷം മുതൽ അത്തരമൊരു കരുതൽ എടുക്കുന്നത് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന സൂചനയാണ് നൽകുന്നത്. അതേസമയം മുംബൈ പോലീസ് നെറ്റിസൻസിനെ ഞെട്ടിച്ചിട്ടുണ്ട്. സംഭവമുണ്ടായ അന്നു മുതൽ ലഭിക്കാതിരുന്ന നിരവധി തെളിവുകളാണ് ഇപ്പോൾ പോലീസിന്റെ കയ്യിലുള്ളത്. സംഭവസ്ഥലത്തു നിന്നും ലഭ്യമായ വിരലടയാളം പിടിക്കപ്പെട്ട പ്രതിയുടേതുമായി യോജിക്കുന്നു. വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിച്ച കുളിമുറിയുടെ ജനലിലും കയറാൻ ഉപയോഗിച്ച ഏണിയിലും ഇയാളുടെ വിരലടയാളമുണ്ട്. പിടിക്കപ്പെട്ട ആളോട് വീടിനുള്ളിൽ കയറാനും പുറത്തിറങ്ങാനും ഉപയോഗിച്ച രീതി വിശദമാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. കുറ്റകൃത്യം നടത്തിയ രീതി ഇയാൾ പോലീസിന് മുന്നിൽ വീണ്ടും അവതരിപ്പിക്കുകയും ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് അവർ ഉറപ്പിച്ചുമത്രേ.